വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. വനംവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ്. ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്നും റെമിജിയോസ് ഇഞ്ചനാനിയുടെ ചോദ്യം. ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനം മന്ത്രിയും എവിടെ പോയെന്നറിയില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ഇവിടെ ഒരു സർക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒരു വനം വകുപ്പുണ്ട്, ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുണ്ട്. എന്ത് അവരൊക്കെ എവിടെ പോയി? ഈ നിലവിളികളുടെ മുമ്പിൽ നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും? നാട്ടുമൃഗങ്ങള് കാടിനുള്ളിൽ ജീവിക്കേണ്ട മൃഗങ്ങളാണ്. പക്ഷെ നാടിവിടില്ലേ? നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ? അവർക്ക് കുടുംബങ്ങളില്ലേ? ഇവിടെ ഒരു കാർഷിക ജനതയില്ലേ? സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ് വന്നിരിക്കുന്നത്. വയനാട്ടിലുള്ള അട്ടമലയിൽ ബാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊന്നു, തല തന്നെ വേർപെടുത്തി കളഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ദാരുണമായ മരണങ്ങൾ. മനുഷ്യർക്കിവിടെ ജീവിക്കാൻ അവകാശമില്ലേ? ആ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഭീതിയോടുകൂടെ നിൽക്കുന്നത്. കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഇന്നലെ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ തന്നെ വലിയ വിമർശനം ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ കൂടി ഈ വലിയ പ്രശ്നത്തെ മുൻനിർത്തി സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. മലയോര ജനതയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്ഥിതിവിശേഷം. വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ നേരത്തെയും ഈ വന്യജീവി ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയും നിലവിലെ വ്യവസ്ഥകൾക്കെതിരെയും നിയമങ്ങൾക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ച് നിരന്തരം പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. ഒപ്പം തന്നെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ സർക്കാരിനുടെ ഒക്കെ മുന്നറിയിപ്പ് എന്ന നിലയ്ക്കെല്ലാം നൽകാറുണ്ട്. ഈ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മലയോര ജനതയുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇക്കാലം അത്രയും സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് താമരശ്ശേരി, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിൽ ഇംഫാം സംസ്ഥാന അസംബ്ലി നടക്കുന്നുണ്ട്. ഈ അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരു ബിഷപ്പുമാരും. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന കടുത്ത വിമർശനമാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന ഈ വന്യജീവി സംഘർഷ വിഷയത്തിൽ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാനോ കഴിയാത്ത സർക്കാരിന്റെ ഈ നിസ്സഹായാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് ചോദിക്കുകയാണ്. ഒപ്പം തന്നെ കടുത്ത വിമർശനം തന്നെയാണ് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കലും ഉന്നയിക്കുന്നത്. ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനംവകുപ്പും എവിടെ പോയി എന്ന് അറിയില്ലെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. ഇരു ബിഷപ്പുമാരും ഈ പരിപാടിയിൽ പൊതുവേദിയിൽ തന്നെ കർശനമായിട്ടുള്ള വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. വനം വകുപ്പിനെതിരെയും വനം മന്ത്രിക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനം മന്ത്രിയും എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്.